ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത്തിരി ടേസ്റ്റിയോടുകൂടി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും ഇത്. അപ്പോൾ അതിനായിട്ട് ഒരു 100 ഗ്രാമോളം വയമ്പാണ് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ മീനെന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ അവിടെ നിന്ന് ഉണക്കി അമ്മ തന്നുവിട്ട മീനായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ നേരത്തെ ഉണക്കമീൻ വറുത്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഈ സവാള ഒന്ന് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ട് നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സവാള വഴറ്റിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. ആ ക്രഷ്ഡ് ചില്ലിയും ആ സവാളയും ഒക്കെ കൂടി ഈ ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും, ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനായിട്ട്, അതിൻ്റെ ആ ഉപ്പൊക്കെ ഒന്ന് സവാളയിലേക്കൊക്കെ ഇറങ്ങി വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഞാനിത് ചോറിൻ്റെ കൂടെ വിളമ്പാനായിട്ട് പോവുകയാണ്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.